കിഴക്കൻ റഷ്യയിലുണ്ടായ അതിതീവ്ര ഭൂകമ്പത്തെ തുടർന്ന് ഹവായ് വരെയുള്ള പസഫിക് തീരമേഖല അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ രൂപപ്പെട്ടു. ബീച്ചുകളും തുറമുഖങ്ങളും അടച്ചു. ടോക്കിയോയിൽ നിന്ന് 2 ദശലക്ഷം പേരെ ഒഴിപ്പിക്കുന്ന നടപടിയിലാണ് ജപ്പാൻ. ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ കാംചട്ക അഗ്നിപർവ്വതത്തിൽ ലാവാ പ്രവാഹവുമുണ്ടായി. മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുപമ ശ്രീദേവി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വാതി, കിഴക്കൻ റഷ്യയിലെ വിദൂര മേഖലയായിട്ടുള്ള കാംചട്കയിലാണ് പ്രാദേശിക സമയം 7 മണിയോടെ ഈ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. ഇതേ തുടർന്ന് ഏകദേശം 16 മീറ്റർ വരെ ഉയരത്തിൽ റഷ്യൻ തീരത്ത് സുനാമി തിരമാലകൾ അടിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഭൂകമ്പത്തെ തുടർന്ന് കാംചട്ക അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും 3 കിലോമീറ്റർ പരിസരത്തേക്ക് പുകയും ചാരവും മൂടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ തീരമേഖല ഒന്നാകെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സമീപത്തെ ഒരു കിൻഡർ ഗാർഡൻ അടക്കം നിരവധി കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു കിൻഡർ ഗാർഡനിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായി എന്നതിലപ്പുറം ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും റഷ്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ജാഗ്രതയിലായ മറ്റൊരു മേഖലയാണ് ജപ്പാൻ. ഈ ജപ്പാനിലെ സാഹചര്യം എന്ന് പറയുന്നത് 2011 ഇതിനു മുൻപ് ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പ ദുരന്തം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെ വലിയ ജാഗ്രതയിലായിരുന്നു ജപ്പാൻ. ടോക്കിയോയിൽ നിന്ന് ഏകദേശം 2 ദശലക്ഷത്തോളം പേരെ മാറ്റി പാർപ്പിക്കുന്ന നടപടിയിലേക്കടക്കം നീങ്ങുമെന്നായിരുന്നു ജപ്പാൻ അധികൃതർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. ചില ദ്വീപ സമൂഹങ്ങൾ, ജപ്പാനിലെ ചില ദ്വീപ സമൂഹങ്ങളിൽ 1 മീറ്ററിൽ മുകളിലേക്ക് സുനാമി തിരമാലകൾ ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കൽ നടന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശത്തിലായ ഒരു മേഖലയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹവായ് ദ്വീപുകൾ. പ്രധാനമായിട്ടും ഈ ഹവായ് ദ്വീപുകൾ ഒരു വിനോദസഞ്ചാര മേഖലയാണ്. രാവിലെ തന്നെ ഈ മേഖലയിലുള്ളവർ ഉണർന്നത് തന്നെ ഈ ഒരു അപായ മുന്നറിയിപ്പുകൾ അറിഞ്ഞുകൊണ്ടാണ്, സൈറണുകൾ കേട്ടുകൊണ്ടാണ്. ഇതിനെ തുടർന്നുണ്ടായ പരിഭ്രാന്തിയെ തുടർന്ന് ആളുകൾ വലിയ രീതിയിൽ ഉയർന്ന കെട്ടിടങ്ങളിലേക്കൊക്കെ മാറുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഈ ഒരു മേഖലയെ, ഈ 3 മേഖലകളിലും പ്രധാനമായിട്ടും ഈ വിമാനത്താവളങ്ങൾ അടച്ചുകൊണ്ടും തുറമുഖങ്ങൾ അടച്ചുകൊണ്ടുമുള്ള ജാഗ്രതാ മുൻകരുതലുകൾ 3 പ്രദേശങ്ങളിലും സ്വീകരിച്ചു വന്നിരുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിൽ ഈ ഒരു ജാഗ്രതാ മുന്നറിയിപ്പുകളുടെ തീവ്രത കുറയുന്നതാണ് കണ്ടത്. കാംചട്ക അടക്കമുള്ള മേഖലകളിലേക്ക് ഈ സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ജാഗ്രത തുടരുന്നു എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോഴും സാഹചര്യം. രാത്രി തുടർചലനങ്ങൾ ഉണ്ടാകുന്നുള്ള, ഇപ്പോൾ ഒരു വലിയ ഭൂചലനമായതിനാൽ തന്നെ തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ ജപ്പാനിലെ ഒരു സുനാമി പ്രവചനമെല്ലാം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉറ്റുനോക്കിയിരുന്ന ഒരു മേഖലയായിരുന്നു ഈ റഷ്യയിലെ തുടർച്ചയായിട്ടുള്ള ഈ ഭൂചലനങ്ങൾ. അതുകൊണ്ട് തന്നെ തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് റഷ്യയും ഈ ജപ്പാനും ഹവായി അധികൃതരും അടക്കം ജാഗ്രത തുടരുകയാണ്.